ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി സേമിയ കൊണ്ടുള്ള ഒരു സേമിയ പുട്ടാണ് കേട്ടോ. സേമിയ കൊണ്ട് നമ്മൾ പായസം വെക്കാറുണ്ട്, ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്, പല ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. പുട്ടും പലരും ഉണ്ടാക്കാറുണ്ടാവും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ റെസിപ്പി ഒന്ന് പരിചയപ്പെടുത്താം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ നമ്മുടെ സേമിയ പുട്ട്. അപ്പോൾ അതിനാവശ്യത്തിനായിട്ടുള്ള സേമിയ എടുക്കുക. കുറച്ച് കട്ടി കൂടുതലുള്ള സേമിയ എടുക്കുകയാണെങ്കിൽ നമ്മളിത് കുതിരാനിടുമ്പോൾ കുറച്ച് കൂടുതൽ സമയം ഇടണം. ഞാനിവിടെ കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ശേഷം നമ്മൾ ഇത് ഫ്രൈ ചെയ്ത സേമിയാണ്. ഫ്രൈ ചെയ്യാത്തതാണെങ്കിലും ചെയ്താണെങ്കിലും പ്രശ്നമല്ല. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് കുതിരാനായിട്ട് ഇടണം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ സേമിയ മുങ്ങി ആ പാത്രത്തിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ. ശേഷം അതിൽ കിടന്ന് നന്നായിട്ട് കുതിരണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ എടുത്തിരിക്കുന്നത് തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് ഒരു മിനിറ്റൊക്കെയാണ് കുതിരാനായിട്ട് ഇടുന്നുള്ളൂ. കുറച്ച് കട്ടിയുള്ള സേമിയയാണെങ്കിൽ നമ്മളൊരു 3 മിനിറ്റൊക്കെ നന്നായിട്ട് കുതിരാനായിട്ട് ഇടണം കേട്ടോ. ഒരുപാട് കുതിരാനായിട്ട് ഇടണ്ട, കാരണം അപ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിച്ച് പുട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് പതുക്കെ ആ പുട്ടിൻ്റെ പാകം നമുക്കറിയാലോ, അതിന് വേണ്ടിയിട്ടുള്ള പാകത്തിന് കുതിർന്ന് കിട്ടിയാൽ മതി. സാധാരണ പുട്ടുണ്ടാക്കുന്ന അത്ര പോലും പാടില്ല കേട്ടോ ഇതിന്. അതാണ് ഈ സേമിയ പുട്ടിൻ്റെ പ്രത്യേകത. മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. ഇതിന് കറികൾ പോലും വേണ്ട. അത്ര എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ സേമിയ പുട്ട്. അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിലേക്ക് വെള്ളം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എടുക്കുമ്പോൾ നിറച്ച് കണ്ടില്ലേ, നിറച്ച് സേമിയ ഇട്ടതിന് ശേഷം ആ പാത്രം ഫുള്ളായിട്ട് നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഉപ്പ് ഇപ്പോൾ ഇടണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളമൊക്കെ നമ്മൾ അതിൽ കുതിർന്ന് ഊറ്റി കളഞ്ഞ സമയത്ത്, ആ കളയുന്ന സമയത്താണേലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പിട്ടു. ഇപ്പോൾ പാകത്തിന് നമ്മുടെ സേമിയ കുതിർന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് നമ്മുടെ പാകത്തിന് പുട്ടിനുള്ള പാകത്തിന് നമ്മുടെ സേമിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങ മാത്രമാണ് കേട്ടോ. തേങ്ങ കുറച്ച് അധികം എടുക്കുക, കാരണം തേങ്ങ കുറച്ച് അധികം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് കറി പോലും വേണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നമ്മളിത് സേമിയയും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്ത് നമ്മൾ ആവിക്ക് വേവിക്കാനായിട്ട് വെക്കുകയാണ്. പിന്നെ കൂടുതലും നമ്മൾ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന ഫുഡുകൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വേറെ ഒരു ദോഷം നമുക്ക് ശരീരത്തിലില്ല. ആവിയിൽ വേവിക്കുന്ന ഫുഡാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ സേമിയ പുട്ട് ഇത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എത്ര സമയം എടുത്തു? സാധാരണ പുട്ട് നനച്ച് വയ്ക്കുന്ന ആ സമയം പോലും നമുക്ക് സേമിയ പുട്ടിന് വേണ്ട കേട്ടോ. ഇത് നമ്മുടെ പുട്ട് റെഡിയായി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ ഇതിന് കറി പോലും വേണ്ട, നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. എന്നും സാധാ പുട്ടൊക്കെ ഉണ്ടാക്കി മടുത്തവർക്ക് ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടും, നിങ്ങൾ തന്നെ കണ്ടല്ലോ എത്ര സമയം എടുത്തത് ഉണ്ടാക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.